Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDF പയ്യന്നൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ ഗാന്ധി പാർക്കിൽ നടന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കോൺഗ്രസുകാരിലാണ് BJPയുടെ പ്രതീക്ഷയെന്ന് EP ജയരാജൻ. കാസർഗോഡ് മണ്ഡലം മറ്റൊരാൾക്കും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിജയം രാജ്മോഹൻ ഉണ്ണിത്താൻ നേടുമെന്ന് MLA KM അഷ്റഫ്. തിരഞ്ഞെടുപ്പ് ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കുമെന്നും KM അഷ്റഫ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നിയമിക്കണമെന്ന ആവശ്യം. പയ്യന്നൂർ RTO ഓഫീസിന് മുന്നിൽ ധർണാ സമരവുമായി കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റി. ഇളമ്പച്ചിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറി മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയായി ഉയർത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പ്രഖ്യാപനം നടത്തി. രോഗികൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കോൺഗ്രസുകാരിലാണ് BJPയുടെ പ്രതീക്ഷയെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. LDF പയ്യന്നൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ ഗാന്ധി പാർക്കിൽ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EP ജയരാജൻ. കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകുന്നത് അതിന്റെ നേതാക്കൾ തിരിച്ചറിയുന്നില്ല. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലാണ് BJPയുടെ പ്രതീക്ഷയെന്നും EP ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ 2014 BJP അധികാരത്തിലേക്ക് വന്നു. അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 14 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലത്തെ ഭരണരംഗത്ത് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ അടിത്തറ ഒരുക്കിയെടുക്കുക എന്ന നിലയിലുള്ളൊരു ഭരണ സംവിധാനമാണ് BJPയുടെ ആദ്യത്തെ 5 വർഷക്കാലം ഉണ്ടായത്. അതിലൂടെ പടിപടിയായി വളർന്ന് 19 മുതൽ ഇപ്പോൾ 24 വരെയുള്ള കാലഘട്ടം 5 വർഷക്കാലം ഇന്ത്യയിൽ RSSന്റെ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷനിൽ KV ബാബു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, CN ചന്ദ്രൻ, TI മധുസൂദനൻ MLA, V നാരായണൻ, ജോയ്സ് പുത്തൻപുര, VV കുഞ്ഞികൃഷ്ണൻ, സുഭാഷ് അയ്യോത്ത്, KM വിജയൻ, ഇക്ബാൽ പോപ്പുലർ, OT സുജേഷ്, ജോജി ആനിത്തോട്ടം, KP ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി KV ബാബുവിനെ ചെയർമാനും V നാരായണനെ കൺവീനറായും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് മണ്ഡലം മറ്റൊരാൾക്കും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിജയം ഇത്തവണയും രാജ്മോഹൻ ഉണ്ണിത്താൻ നേടുമെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ്. കല്യാശ്ശേരി നിയോജക മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പിലാത്തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ ലഭിക്കുന്ന ഭൂരിപക്ഷം ഇരട്ടിയാകുമെന്നും അതുവഴി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം മറ്റൊരാൾക്കും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്നും KM അഷ്റഫ് MLA പറഞ്ഞു. പാർലമെന്റ് മണ്ഡലത്തിലെ മറ്റെല്ലാ നിയോജക മണ്ഡലത്തിലും സമാനമായ സാഹചര്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കല്യാശ്ശേരി നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പിലാത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള മോദിയുടെ ഗവൺമെന്റ് വരാനിരിക്കുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന്റെ ഭയം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കളികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നാണ് ഈ രാജ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആളുകൾ കളിയാക്കുന്നത് നിങ്ങളിൽ നിന്ന് ചില ആളുകൾ, മുൻ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, MP-മാർ, MLA-മാർ BJP-യുടെ ED-യുടെ പേടി കൊണ്ട്, IT ഉദ്യോഗസ്ഥന്മാരുടെ പേടി കൊണ്ട് ജയിലിനെ ഭയപ്പെടുത്തി BJP-യിലേക്ക് കൊണ്ടുപോകുന്നത് കാണിച്ചിട്ടാണ്. നിയോജക മണ്ഡലം UDF ചെയർമാൻ NG സുനിൽ പ്രകാശ് അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് KV മുഹമ്മദ് അലി ഹാജി, നേതാക്കളായ K ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൽ, രാജീവൻ കപ്പച്ചേരി, KSYS സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് കടന്നപ്പള്ളി, SKP സക്കറിയ, PV ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പിലാത്രയിൽ വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥനയും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ സബ് RTOക്ക് കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ RTO ഓഫീസിന്റെ മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് പൈലി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സബ് RTOയ്ക്ക് കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ RTO ഓഫീസിനു മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് അപേക്ഷകർ ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി ലഭിക്കാതെ കാത്തുനിൽക്കുന്ന സാഹചര്യത്തിലാണ് അസോസിയേഷൻ ധർണാ സമരം സംഘടിപ്പിച്ചത്. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പൈലി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഓഫീസിന്റെ കീഴിലും ഈ തൊഴിൽ മേഖല സംരക്ഷിക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശക്തമായ സമരങ്ങൾ എല്ലാ സംഘടനകളും ശക്തമായ ഇതിന്റെ വളരെ ഭീകരത തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, ലേണേഴ്സിന്റെ എണ്ണം 1/5/2024 പരിഷ്കരണങ്ങളുടെ ഭാഗമായി ലേണേഴ്സിന്റെ എണ്ണം 30 കുറച്ചു. അപ്പം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള 86 RTOഫീസുകളാണ്. അതിൽ 13 RTOഫീസുകളിൽ ലേണേഴ്സ് നടക്കുന്നത് 180 വെച്ചാണ്. അതുപോലെ 13ഓളം ചെറിയ ഓഫീസുകളുണ്ട്. അല്ലെങ്കിൽ പയ്യന്നൂർ പോലത്തെ പുതിയ ഓഫീസുകളിൽ നടക്കുന്നത് 60 വെച്ചാണ്. യൂണിറ്റ് പ്രസിഡന്റ് V രാജീവ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഉബൈദ് മനക്കൽ, ജില്ലാ ട്രഷറർ ബിനു TP, യൂണിറ്റ് ട്രഷറർ രവീന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി രമ്യ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സന്ദീപ് ഷെണായി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇളമ്പച്ചിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറി മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയായി ഉയർത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പ്രഖ്യാപനം നടത്തി. 2011 ഇളമ്പച്ചിയിലെ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഡിസ്പെൻസറി 6 മാസം മുൻപാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. ദിവസേന നിരവധി രോഗികൾ പ്രസ്തുത ഡിസ്പെൻസറിയുടെ സഹായം തേടാറുണ്ട്. മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയായി ഉയർത്തിയതിന്റെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. അതുപോലെ ഇന്റർലോക്കും മറ്റു കാര്യങ്ങളൊക്കെ ആക്കി, അതുപോലെ ആവശ്യമായ ഫർണിച്ചറും കാര്യങ്ങളും അതും നൽകി. അപ്പോൾ മനോഹരമായ രീതിയിൽ ഇപ്പോൾ ഒന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മാറ്റി കൂടത്തക്ക രീതിയിൽ തീർച്ചയായും നമ്മുടെ ഹോമിയോ ആശുപത്രി ഇപ്പോൾ ഒരു മോഡൽ ഡിസ്പെൻസറിയായി ഉയർന്നിരിക്കുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ IT ചടങ്ങിൽ അധ്യക്ഷനായി.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഷ്മ എന്നിവർ മുഖ്യാതിഥികളായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഹാഷിം കാരോളം, M സൗദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS നജീബ്, പഞ്ചായത്ത് അംഗം ഫായിസ് ബിരിച്ചേരി, HMC മെമ്പർമാരായ KP ദിനേശൻ, MP കരുണാകരൻ, M മുഹമ്മദ് കുഞ്ഞി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ നായർ, ഡോക്ടർ ഷംന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ താലൂക്ക് സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ താലൂക്കിന്റെ 6ാം വാർഷികാഘോഷവും 2023 റവന്യൂ അവാർഡിന് അർഹരായവർക്കുള്ള അനുമോദനവും നടന്നു. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ താലൂക്ക് സ്റ്റാഫ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ താലൂക്കിന്റെ 6ാം വാർഷികാഘോഷവും 2023 റവന്യൂ അവാർഡിന് അർഹരായവർക്കുള്ള അനുമോദനവും നടന്നു. ടി മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിൽ കാണിച്ചിട്ടുള്ള വലിയ താല്പര്യം, വലിയ ഉത്സാഹം, ഇതെന്റെ ചുമതലയാണ് എന്നുള്ള നിലയിൽ നിർവഹിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങളിൽ ഏറ്റവും സന്തോഷവും ഒരു ഏൽപ്പിച്ചു കൊടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസവും ഞങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. തഹസീൽദാർ ജയേഷ് R ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തഹസീൽദാർ മനോജ് കുമാർ MK, വെള്ളൂർ വില്ലേജ് ഓഫീസർ സുധീർ M, വെള്ളൂർ വില്ലേജ് ഓഫീസ് ജീവനക്കാർ എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി. KTP ഹരീഷ് കുമാർ, EK രാജൻ, K രാമചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്റ്റെതസ്കോപ്പ് എടുക്കുന്ന കൈകൾ കൊണ്ട് ഡോക്ടർ K രമേശൻ രൂപം നൽകിയത് ഹിപ്പോക്രാറ്റസിന്റെ പ്രതിമ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസിന്റെ അർദ്ധകായ പ്രതിമ നിർമ്മിച്ചത്. കഴിഞ്ഞ 29 വർഷമായി മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തു വരുന്ന ഡോക്ടർ രമേശൻ 1995 ട്യൂട്ടർ തസ്തികയിലാണ് ജോലിക്ക് ചേർന്നത്. കോയമ്പത്തൂർ സെന്റ് തോമസ് പ്രൈമറി സ്കൂൾ, കമ്പിൽ മാപ്പിള ഹൈസ്കൂൾ, കണ്ണൂർ ശ്രീനാരായണ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നടത്തിയ ഡോക്ടർ സ്കൂൾ യുവജനോത്സവങ്ങളിലും സർവകലാശാലാ കലോത്സവങ്ങളിലും പോസ്റ്റർ രചന, കൊളാഷ്, ക്ലേ മോഡലിംഗ് മത്സരങ്ങളിൽ സമ്മാനിതനായിരുന്നു. 2017 കേരള ക്ഷേത്രകലാ അക്കാദമി കുഞ്ഞിമംഗലം വടക്കൻകോവിൽ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയിലാണ് വഴിത്തിരിവായത്. ക്യാമ്പ് ഡയറക്ടറായ KKR വെങ്ങരയുടെ വീട്ടിൽ ചെന്നാൽ ശില്പങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഒഴിവു സമയങ്ങളിൽ കളിമൺ ശില്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. വിരമിച്ചാലും ഓർമ്മിക്കപ്പെടുന്ന എന്തെങ്കിലും ക്യാമ്പസിൽ നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഹിപ്പോക്രാറ്റസിന്റെ ശില്പം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 29 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നതാണ്. ആ സ്ഥാപനത്തിൽ ഒരു അടയാളപ്പെടുത്തൽ എന്ന നിലയിൽ ഒരു ശില്പം നിർമ്മിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസിൻ്റെ ഒരു ശില്പം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആശയമുണ്ടാകുന്നതും അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. 2023 ഫെബ്രുവരി 16 ഹിപ്പോക്രാറ്റസിൻ്റെ ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 2 ആഴ്ച അവധിയെടുത്ത് തുടർച്ചയായും പിന്നീട് ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയും 2 മാസം കൊണ്ട് ശില്പത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുവാനും ശില്പനിർമ്മാണത്തിനും കലാകാരന്മാരായ ഷാജി മാടായി, നിതിൻ ഏഴോം, രതീഷ്, സജിത്ത് എന്നിവർ കൂടെ നിന്നു. ഡോക്ടർമാരുടെ വിവിധ സംഘടനകളുടെ ചുമതല വഹിക്കുന്ന ആൾ കൂടിയാണ് ഡോക്ടർ രമേശൻ. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഡോക്ടർ ഹിപ്പോക്രാറ്റസിന്റെ പ്രതിമ നിർമ്മിച്ച് താൻ ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കുന്നത്. KKR വെങ്ങര, ഡോക്ടർ K രമേശൻ, ഗോവിന്ദൻ മണ്ടൂർ എന്നിവർ ശില്പം സന്ദർശിച്ചു. ചില കാര്യങ്ങളിൽ നമ്മളൊരു നിമിത്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് നിമിത്തങ്ങളുണ്ടാവും. ഇപ്പം എൻ്റെ ജീവിതത്തിലൊരു നിമിത്തമാണ് ഡോക്ടറെ കണ്ടുമുട്ടുന്നത്, ഡോക്ടറുടെ ജീവിതത്തിലൊരു നിമിത്തമാണ് എന്നെയും കണ്ടുമുട്ടുന്നത്. ഒരു പരസ്പര പൂരകമാണ്. ഇനമിനത്തോട് ചേരുന്നു എന്ന് പറഞ്ഞതുപോലുള്ള ഒരു കഥ. ഈ മാസം 16 വൈകുന്നേരം 4 കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ശില്പം അനാച്ഛാദനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എടാട്ട് NH പയ്യന്നൂർ കോളേജ് റോഡിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 21 ലക്ഷം രൂപയാണ് റോഡ് പ്രവൃത്തിക്കായി അനുവദിച്ചത്. എടാട്ട് NH പയ്യന്നൂർ കോളേജ് റോഡിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു.
310 മീറ്റർ നീളത്തിലുള്ള റോഡ് 3 മീറ്റർ വീതിയിൽ നിന്നും 5.50 മീറ്റർ വീതിയിൽ ടാറിംഗ് ചെയ്യുകയും ടാറിംഗിന്റെ ഇരുവശവും ഇന്റർലോക്ക് ചെയ്ത് നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ കോളേജിലേക്കുള്ള പ്രധാന റോഡാണിത്. എം വിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 21 ലക്ഷം രൂപയാണ് പ്രവൃത്തിക്കായി അനുവദിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന റോഡ് നമുക്കറിയാം 3 മീറ്ററാണ്. 3 മീറ്റർ റോഡായിരുന്നു. പലപ്പോഴും നമ്മുടെ ഏറ്റവും താഴേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ സ്കൂട്ടർ എടുത്തു വരുന്നവരൊക്കെ പലപ്പോഴും വീണു പോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ പരിമിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പയ്യന്നൂർ കോളേജിൽ ഉൾപ്പെടെ വരുമ്പോൾ ഒരു വാഹനം സൈഡാക്കിയാൽ മാത്രമേ മറ്റൊരു വാഹനത്തിന് പോകാൻ പറ്റുന്ന സാഹചര്യം ഈ റോഡിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിലൊരു വിദഗ്ധമായ ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കണം. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. പി പവിത്രൻ, കെ ജിഷ ബേബി, ഡോക്ടർ VM സന്തോഷ്, എ നിശാന്ത് മാസ്റ്റർ, പ്രൊഫസർ രാജഗോപാലൻ, യു ഭാസ്കരൻ, VT അംബു, തേജു മാസ്റ്റർ, TP പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി വള്ളവും വലയുമില്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും നൽകി മാതൃകയാവുകയാണ് മാടായി ഗ്രാമപഞ്ചായത്ത്. ആദ്യഘട്ടത്തിൽ 7 പേർക്ക് സഹായം നൽകി. പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ സഹായകരമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഒരു യൂണിറ്റിന് 60,000 രൂപയാണ് ചിലവ്. ആകെ 4,20,000 രൂപ ചെലവഴിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാടായി പഞ്ചായത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായ മാടായി പഞ്ചായത്തിന്റെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന വള്ളവും വലയുമാണ് ഇവിടെ വിതരണം ചെയ്തത്. 4 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് 7ഓളം മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത്. റഷീദ ഒടിയിൽ, വഹീദ SKP, മോഹനൻ കക്കപ്രവൻ, കുഞ്ഞിക്കാതിരി, A മുനീർ, മിനി നാരായണൻ, KT സിനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ സ്വച്ഛ് സർവേക്ഷൺ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന പരിശീലന പരിപാടി ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ സ്വച്ഛ് സർവേക്ഷൺ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ നഗരസഭക്കകത്തെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മേഖലകളിലുള്ള ഓരോ പദ്ധതികളും നടപ്പിലാക്കി വരുമ്പോൾ അതെല്ലാം ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമേ നടത്താൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള സന്ദേശം വിളിച്ചൂതിക്കൊണ്ട് സ്റ്റീൽ ഗ്ലാസുകളും പ്ലേറ്റുകളും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ലാൽ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ മധുസൂദനൻ K തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിലെ തീപിടുത്ത സാഹചര്യങ്ങൾ അടിയന്തരമായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചും പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ വിശദീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി തിരുവർക്കാട്ട് കാവിൽ ശുദ്ധിക്രിയകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. ക്ഷേത്രത്തിൽ നടയിൽ പ്രശ്നചിന്തയിലെ പരിഹാര കർമ്മങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്ര നവീകരണ സമിതിയും ദേവസ്വവും ഇടപെട്ട് ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകൾ നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മാർച്ച് 11 തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ മാർച്ച് 13 ബുധനാഴ്ച ഉച്ചവരെയാണ് ശുദ്ധിക്രിയകൾ നടക്കുന്നത്. അതിനാൽ ഭക്തജനങ്ങൾക്ക് പൂജകൾ ചെയ്യുന്നതിനും ക്ഷേത്ര ദർശനം നടത്തുന്നതിനും ക്രമീകരണം ഏർപ്പെടുത്തിയതായി ക്ഷേത്രം മാനേജർ നാരായണ പിടാരർ പറഞ്ഞു. മാർച്ച് 11 മുതൽ 13 വരെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇലയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടയിൽ പ്രശ്ന പരിഹാരമായി വിവിധ തരം പൂജാതി കർമ്മങ്ങൾ നടന്നു വരികയാണ്. ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനും പൂജകൾ കഴിപ്പിക്കുന്നതിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. മുഴുവൻ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റംസാന്റെ പുണ്യമാസത്തിലേക്ക് വിശ്വാസികൾ ചുവടുവെക്കുന്നതോടെ ഈന്തപ്പഴ വിപണിക്ക് മധുരമൂറും വിൽപ്പന.
വ്രതാനുഷ്ഠാന പരിസമാപ്തിയിൽ ഉണങ്ങിയ ഈന്തപ്പഴം കഴിച്ചാണ് വിശ്വാസികൾ നോമ്പ് മുറിക്കുന്നത്. നോമ്പുതുറ വിഭവങ്ങളിലെ താരരാജാവ് എന്ന വിശേഷണമാണ് ഈന്തപ്പഴത്തിന് ഉള്ളത്. കിലോയ്ക്ക് 200 രൂപ മുതൽ 2400 രൂപ വരെയുള്ള ഈന്തപ്പഴങ്ങൾ വിപണിയിലുണ്ട്. മിക്കവയ്ക്കും നല്ല ഡിമാൻഡുമാണെന്ന് കച്ചവടക്കാർ പറയുന്നു. സൗദി അറേബ്യ, അഫ്ഗാനിസ്ഥാൻ, ഒമാൻ, ടുണീഷ്യ, ഇറാൻ, അൾജീരിയ, കുവൈത്ത്, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും ഈന്തപ്പഴം എത്തുന്നത്. വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട അജുവ വിപണിയിൽ സുലഭമാണ്. പുണ്യഭൂമിയായ മദീനയിൽ നിന്നെത്തുന്ന ഇതിന് വില കിലോയ്ക്ക് 1400 രൂപയാണ്. ഒമാനിൽ നിന്നുള്ള കിമിയ, അറേബ്യയിലെ സഫാവി, മബ്രൂം, ഇറാഖിലെ മറിയം, ജോർദാന്റെ മേജോൾ, ഇറാന്റെ ഫാറാജി എന്നിവയ്ക്കും പ്രിയമുണ്ട്. പാക്കറ്റിലും ബോക്സുകളിലും അല്ലാതെയും ഈന്തപ്പഴങ്ങൾ വിപണിയിലുണ്ട്. പുണ്യമാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഈത്തപ്പഴങ്ങൾ തൃക്കരിപ്പൂരിലെ വിപണിയിലും എത്തിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് ഈ വിദേശ പഴങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ഡ്രൈ ഫ്രൂട്ട്സിന് വില കുറവാണ് വിപണിയിൽ അനുഭവപ്പെടുന്നത്. എന്നിരുന്നാലും നല്ല ഡിമാൻഡാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാഖിൽ നിന്നുള്ള സക്കായിക്ക് മധുരം കുറവാണ്. പ്രമേഹക്കാരുടെ ഇഷ്ട ഈന്തപ്പഴമാണിത്. ഇക്കുറി വിപണിയിൽ വൻതോതിൽ ഈന്തപ്പഴം എത്തി. നോമ്പ് ആരംഭിക്കുന്നത് മുതൽ നല്ല കച്ചവടവുമുണ്ട്. നോമ്പുതുറയിലെ മറ്റൊരു പ്രിയ താരമാണ് അത്തിപ്പഴം. അഫ്ഗാനി അത്തിപ്പഴത്തിനാണ് കൂടുതൽ ഡിമാൻഡ്. തുർക്കിയിൽ നിന്നുള്ള ആഫ്രിക്കോട്ടിനും സ്വീകാര്യതയുണ്ട്. 100-ലേറെ വ്യത്യസ്ത ഡ്രൈ ഫ്രൂട്ട്സും വിപണിയിൽ സുലഭമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ അരങ്ങ് നാടക സംഘത്തിന്റെ കിണറാഴം നാടകാവതരണം ചെറുപ്പാറയിൽ നടന്നു. പ്രകാശൻ കരിവെള്ളൂർ രചനയും വിനോദ് റെഡ് സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ നിരവധി കലാകാരന്മാർ അണിനിരന്നു. അരാഷ്ട്രീയ വർത്തമാനത്തിൽ സാമൂഹ്യബോധത്തിന്റെ ഉൾക്കണ്ണ തുറക്കാൻ കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ അരങ്ങ് നാടക സംഘത്തിന്റെ കിണറാഴം നാടകത്തിന്റെ ആദ്യ അവതരണം ചെറുപ്പാറയിൽ നടന്നു. ബാബു വടവന്തൂരാണ് നാടകത്തിന്റെ ആശയം. പ്രകാശൻ കരിവെള്ളൂർ രചനയും വിനോദ് റെഡ് സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ സുധീർ ബാബുട്ടൻ സംഗീതവും പ്രകാശൻ പുത്തൂർ രംഗകലയും ജിതിൻ അരിയിൽ സംഗീത നിയന്ത്രണവും നിർവഹിച്ചു. മധുസൂദനൻ ചൂരൽ, നജീബ് കിണർമുക്ക്, അനീഷ് മാത്തിൽ, രാജേന്ദ്രൻ AV, കുഞ്ഞികൃഷ്ണൻ ഏറ്റുകൊടുക്ക, മധുസൂദനൻ മരത്തക്കാട്, അനന്തൻ കുന്നച്ചേരി, പ്രഭാകരൻ മാസ്റ്റർ വലിയപറമ്പ് എന്നിവരാണ് അഭിനേതാക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഒരു കവണ തിളച്ച വെള്ളം കൊടുക്കാൻ അതും പതുങ്ങി വന്നു വളം പറയാൻ ഓലി കെഞ്ചിന്ന് ഒരു പാതി വെള്ളം കൊടിയന അന്ന് ആ പാവത്തിന് തല്ലിക്കൊന്ന് കിണറോടെ അന്നത്തെ പ്രമാണിമാരി അതൊക്കെ പണ്ട് ഇപ്പൊ നമ്മ വയ്ക്കുന്നത്. കുന്നരു മലയാളം വായനശാല ഗ്രന്ഥാലയവും ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പഠന കേന്ദ്രവും വിഷ്ണുമാഷിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ ഫോക്ലോർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം ടി മധുസൂദനൻ MLA നിർവഹിച്ചു. മികച്ച ഫോക്ലോർ ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം ഡോക്ടർ YV കണ്ണനും തെയ്യം കലാകാരനുള്ള പുരസ്കാരം PP കുഞ്ഞിരാമ പെരുവെണ്ണാനും ഏറ്റുവാങ്ങി. ടി മധുസൂദനൻ MLA പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മാന്ത്രിക വിദ്യയും മന്ത്രവാദ പാട്ടുകളും എന്ന ഗ്രന്ഥത്തിന്റെ 2ാം പതിപ്പ് ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ V ജയരാജൻ പ്രകാശനം ചെയ്തു. ഡോക്ടർ K പത്മനാഭൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ രവി രാമന്തലി പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. NV സജിനി, വിഷ്ണുപ്രസാദ് വട്ടപ്പറമ്പ്, V പ്രമോദ്, ശ്രീജ മേലേടം, KP സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്ലോർ പഠന കേന്ദ്രം പ്രസിഡന്റ് PP ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പാലക്കാട് വിശ്വനാഥ പുലവരും സംഘവും തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൊതുമേഖലാ സ്ഥാപനമായ കയർഫിഡിന്റെ കണ്ണൂർ ചെറുകുന്ന് ദാലിൽ പ്രവർത്തിച്ചിരുന്ന താവം ഡീഫൈബറിംഗ് യൂണിറ്റ് നവീകരിച്ചു. യൂണിറ്റിന്റെ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. കയർ ഉൽപ്പന്ന നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്നും 1.5 കോടിയോളം രൂപ ചിലവഴിച്ച് ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡീഫൈബറിംഗ് യൂണിറ്റ് ഈ മേഖലയിൽ വികസനത്തിന് വഴിയൊരുക്കുമെന്നും നവീകരിച്ച ഡീഫൈബറിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് M വിജിൻ MLA പറഞ്ഞു. ഇത് പഠിച്ച്
അതിൽ നിന്ന് നമ്മൾ ചകിരിച്ചോറുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ കയറിൻ്റെ ഓരോ ഘട്ടം നൂലുൾപ്പെടെ ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ ഇന്ന് ഒന്നും വേണ്ട, നമുക്ക് ആ ഒന്നും വേണ്ട, നേരിട്ട് നമ്മുടെ നാളികേരത്തിൻ്റെ നമ്മളെ തൊണ്ട് നേരിട്ട് മെഷീനിലേക്ക് ഇട്ടാൽ 4 ഭാഗത്തും പ്രോസസ്സിങ് നടക്കാം. ആ പ്രോസസ്സിങ്ങിലൂടെ മികച്ച അതിനെന്താ പറയുക, അതിൻ്റെ മികച്ച കണ്ണി നമുക്ക് അത് മികച്ച ഫൈബർ ഒരു ഭാഗത്ത് കിട്ടും. അതിനൊരു ക്വാളിറ്റി ഒരു രണ്ടാം ഘട്ടത്തിലുള്ളത് നമുക്ക് മറ്റൊരു ഭാഗത്ത് കിട്ടും. കയർഫെഡ് ചെയർമാൻ TK ദേവകുമാർ അധ്യക്ഷത വഹിച്ചു. NK സുരേഷ്, ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ, SK പത്മിനി, T പ്രീത, K ഭാർഗവൻ, K രാധാകൃഷ്ണൻ, സുനിൽകുമാർ RR, K മോഹനൻ, VK വിജയൻ, K ഷാജി, V ബിജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളം AKG വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാവേദി സ്ത്രീ പദവിയുടെ വർത്തമാനം പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. പുക്കാസ ജില്ലാ കൌൺസിൽ അംഗം ഉദയ പയ്യന്നൂർ പ്രഭാഷണം നടത്തി. കേരളം AKG വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാവേദിയുടെ നേതൃത്വത്തിൽ സ്ത്രീ പദവിയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. പുക്കാസ ജില്ലാ കൌൺസിൽ അംഗം ഉദയ പയ്യന്നൂർ പ്രഭാഷണം നടത്തി. ഒരേ സമയത്ത് വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങുന്ന ഒരു ഭർത്താവും ഭാര്യയുമുള്ള വീട്ടിൽ ആ ഭാര്യയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എത്ര മണിക്കായിരിക്കും? ഒരുപക്ഷെ 4:30 5 മണിക്കോ അവൾ ഉണർന്നു കഴിഞ്ഞാൽ ഒരു 9 മണിയാവുന്ന സമയത്ത് അവൾക്ക് വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പോകാൻ പറ്റൂ. പക്ഷേയെങ്കിൽ അതേ സമയത്ത് ജോലിക്ക് പോകേണ്ടെന്ന ഭർത്താവ് 8 മണിക്കോ 8:30 ഉണർന്നാൽ മതി. ഞാൻ എണീക്കുന്ന സമയമാകുമ്പോഴേക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ്, കൊണ്ടുപോകാനുള്ള ഭക്ഷണം, എനിക്ക് ഇടേണ്ട വസ്ത്രങ്ങൾ അടക്കം റെഡിയായിരിക്കും എന്നുള്ള അവരുടെ വിശ്വാസമാണ് അവരെ അത്രയും സമയം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. തുടർന്ന് വനിതാവേദി അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ്, മറ്റ് കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഫെയ്സ് മാതമംഗലം, റെഡ് സ്റ്റാർ പേരൂൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുന്നത്തോടി കുഞ്ഞപ്പൻ സ്മാരക തെരുവ് നാടകോത്സവവും പ്രഭാഷണവും നടത്തി. SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഫെയ്സ് മാതമംഗലം, റെഡ് സ്റ്റാർ പേരൂൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുന്നത്തോടി കുഞ്ഞപ്പൻ സ്മാരക തെരുവ് നാടകോത്സവവും പ്രഭാഷണവും നടത്തി. പേരൂൽ പാറത്തോട് നടന്ന പരിപാടി SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ലോകത്തെ അഭയാർത്ഥികളായിട്ടുള്ള മനുഷ്യരെല്ലാം ചേർന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ 16ാമത്തെ രാജ്യമാകുന്നാണ് പറയുന്നത്. വീടില്ലാത്ത, ഇതുപോലെ ഒത്തുചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇടമില്ലാത്ത, പോകുവാൻ വേണ്ടിയിട്ട് ആശ്രയമില്ലാത്ത, വരുമാനമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, അതിജീവനത്തിന് വേണ്ടി ഏതെങ്കിലും നാട്ടിലേക്ക് ഇങ്ങനെ കടന്നു പോകേണ്ടി വരുന്ന ലോകത്തെ എല്ലാ മനുഷ്യരും ചേർന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ 16ാമത്തെ രാജ്യമായിട്ട് അത് മാറും. MV രാജേഷ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ C സത്യപാലൻ, KV ഗോവിന്ദൻ, P ദാമോദരൻ മാസ്റ്റർ, CP രമേശൻ, NE രഞ്ജിത്ത് കുമാർ, KV മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ യുവാക്കളുടെ കൂട്ടായ്മയായ കൊവ്വൽ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. 2 ദിവസങ്ങളിലായി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മൈതാനിയിൽ നടന്ന ടൂർണമെന്റിന്റെ സമാപന പരിപാടി ഉദ്ഘാടനവും വിജയികൾക്കുള്ള ട്രോഫി വിതരണവും M വിജിൻ MLA നിർവഹിച്ചു. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ യുവാക്കളുടെ കൂട്ടായ്മയായ കോവൽ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. 2 ദിവസങ്ങളിലായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മൈതാനിയിൽ നടന്ന ടൂർണമെന്റിന്റെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള ട്രോഫി വിതരണവും M വിജിൻ MLA നിർവഹിച്ചു. കണ്ണൂർ DYSP KP സുരേഷ് ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കായിക മേഖലയ്ക്ക് കളിക്ക് തന്നെയാണ് പ്രാധാന്യം. വളരെ ആവേശകരമായ ഒരു ഫൈനൽ മത്സരം. ഞാനിവിടെ വരുമ്പോൾ 18 ബോൾ 45 ശരതാടനം മാരാർ മാഷൽ ഇവിടുന്ന് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ആവേശകരമായ ഒരു മത്സരം ഇവിടെ നടന്നു. സ്വാഭാവികമായിട്ടും കലേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വയലാർ ശരത്ചന്ദ്രവർമ്മ, KK മാരാർ തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സംസ്ഥാന തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ വൈഷ്ണ R, ഗോൾഡ് മെഡൽ നേടിയ കൃഷ്ണ R, സംസ്ഥാന തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ ആവണി K, ഖോഖോ യൂണിവേഴ്സിറ്റി ടീം ക്യാപ്റ്റൻ സെലക്ഷൻ നേടിയ ഗോപി കൃഷ്ണൻ, യുവജന കമ്മീഷൻ യൂത്ത് ഐക്കൺ ശ്രീനാഥ് എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കോവൽ ബ്രദേഴ്സിന്റെ സീനിയർ മെമ്പർ രഘുനാഥിന് കോവൽ ബ്രദേഴ്സിന്റെ സ്നേഹോപഹാരം നൽകി.
രാജു വാര്യർ, കൗൺസിലർമാരായ അത്തായി പത്മിനി, അനിൽകുമാർ, കെ കുമാർ, ശാരിക, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ, PU രാജൻ, രഘു കലീന്തിൽ, കോവൽ ബ്രദേഴ്സ് മെമ്പർ ഷിനേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 2021 കേരള സർക്കാർ തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച ടി ഭാർഗവനെ V1 കണ്ടോത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2021 കേരള സർക്കാർ തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച ടി ഭാർഗവനെ V1 കണ്ടോത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭാർഗവൻ കായിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം, അതുപോലെ വിദേശത്തടക്കം പോയി മാസ്റ്റേഴ്സ് മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ട് വിജയം കൈവരിക്കുന്നതിന് വേണ്ടി കഴിയുന്നു. അങ്ങനെ വിദേശത്തൊക്കെ പോകുന്ന അവസരത്തിൽ ഞങ്ങളോടൊക്കെ പറയും, ഞാനിങ്ങനെ പോവുകയാണ് എന്ന് പറയും. സി രഘു അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ലേബർ ഓഫീസർ VM കൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. M സുരേശൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഉപമേധാവി അനൂപ് KV, V1 വനിതാവേദി സെക്രട്ടറി അഞ്ജലി, P കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ടി ഭാർഗവൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താവം കുറുമ്പക്കാവ് താലപ്പൊലി മഹോത്സവം സമാപിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. താവം കൂർമ്പക്കാവ് താലപ്പൊലി മഹോത്സവം 4 ദിവസങ്ങളിലായി നടന്നു. മാടായി തിരുവർക്കാട്ടുകാവിൽ നിന്നും തൊഴുതുവരവ്, കൊടിയില, കലവറ നിറയ്ക്കൽ, തേരുവരവ്, അടിയറ വരവേൽപ്പ്, ആരാധന, കുളിച്ചെഴുന്നള്ളത്ത്, കാരകയ്യൽക്കൽ, കളം കയ്യൽക്കൽ, ബലികയ്യൽക്കൽ, അടിച്ചുതള്ളിപ്പാട്ട് എന്നിവ നടന്നു. തോറ്റങ്ങളുടെ പുറപ്പാട്, കലശം, എതിരേൽപ്പ്, വർണ്ണശബളമായ കാഴ്ചവരവ്, വെള്ളത്താലപ്പൊലി എന്നീ ചടങ്ങുകളും വീരൻ, വീരാളി, മോന്തിക്കോലം പുറപ്പാട്, കാരകയ്യൽക്കൽ, ബലികയ്യൽക്കൽ, പുലർച്ചെ 4 മണിക്ക് കുളിച്ചെഴുന്നള്ളത്ത്, ദൈവങ്ങളുടെ പുറപ്പാട്, മഞ്ഞത്താലപ്പൊലി, പൊലിപ്പാട്ട്, തുലാഭാരം എന്നിവയും നടന്നു. ആറാടിക്കൽ ചടങ്ങോടെ കളിയാട്ടം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF പയ്യന്നൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ ഗാന്ധി പാർക്കിൽ നടന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കോൺഗ്രസുകാരിലാണ് BJPയുടെ പ്രതീക്ഷയെന്ന് EP ജയരാജൻ. കാസർഗോഡ് മണ്ഡലം മറ്റൊരാൾക്കും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിജയം രാജ്മോഹൻ ഉണ്ണിത്താൻ നേടുമെന്ന് MLA KM അഷ്റഫ്. തിരഞ്ഞെടുപ്പ് ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കുമെന്നും KM അഷ്റഫ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നിയമിക്കണമെന്ന ആവശ്യം. പയ്യന്നൂർ RTO ഓഫീസിന് മുന്നിൽ ധർണാ സമരവുമായി കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റി. ഇളമ്പച്ചിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറി മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയായി ഉയർത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പ്രഖ്യാപനം നടത്തി. രോഗികൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.